ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് ചെന്നൈയിലേക്ക് പോവുകയാണ്. ഒരു 2 ദിവസത്തെ ട്രിപ്പാണ്. അപ്പോൾ ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. ഇവരെന്നെ കൊണ്ടുവിടാനായിട്ട് വരികയാണ്. ദുബായ് എയർപോർട്ടിലെത്തി ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി. ഇവിടുന്ന് ഇനി മെട്രോയിൽ കയറിയിട്ട് വേണം ടെർമിനലിലേക്ക് പോകാൻ. അങ്ങനെ മെട്രോയിൽ കയറി അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഗേറ്റ് ഒന്നും ഡിസ്പ്ലേ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മേളിൽ ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയും ഫ്ലൈറ്റിലേക്ക് നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് കഴിച്ചിട്ടങ്ങ് കയറാം. ചെന്നൈയിൽ എത്തുമ്പോഴത്തേക്ക് രാത്രി 1:15 ആവും. അപ്പോൾ അങ്ങനെ ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ദേ ബോർഡിംഗ് ആയിട്ടുണ്ട്. ഫ്ലൈറ്റിൽ കയറി. ഇൻഡിഗോയിലാണ്. രാത്രി 1:15 ലാൻഡ് ചെയ്തു. അങ്ങനെ റൂമിലെത്തിയപ്പോഴത്തേക്ക് 3 മണിയായി. പിന്നെ കുറേ സമയം ഉറങ്ങിയിട്ട് പിന്നെ എഴുന്നേറ്റപ്പോഴത്തേക്ക് റൂമിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം കഴിഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ റെഡിയായി റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഏകദേശം 11:30 ആകാറായി. അങ്ങനെ ഞങ്ങൾ ബ്രഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനും അച്ഛനും ഓർഡർ ചെയ്തത് മിനി മീൽസ് ആയിരുന്നു. അപ്പോൾ ഒരു ചപ്പാത്തി ഉണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ കൂടെ സാമ്പാർ റൈസ്, വെറൈറ്റി റൈസ്, കേർഡ് റൈസ്, ഒരു പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ ഒരു കറി ഉണ്ടായിരുന്നു, പൊരിയലുണ്ടായിരുന്നു, ഒരു സ്വീറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അമ്മ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസ് ആയിരുന്നു. ഇത് ഞങ്ങളുടെ റൂമിലുണ്ടായിരുന്ന കുറച്ച് കോഡ്സ് ആണ് കേട്ടോ. കൊള്ളാമല്ലേ? അങ്ങനെ ഉച്ചയ്ക്ക് വന്ന് കുറച്ച് സമയം ഇരുന്ന് പഠിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ചായയൊക്കെ ഓർഡർ ചെയ്തായിരുന്നു. ഇത് ഡിന്നറാണ് കേട്ടോ. നെയ് റോസ്റ്റ്, ചപ്പാത്തി, ദാല്, ആലു പൊറോട്ട, പിന്നെ അച്ഛനും അമ്മയും കാപ്പിയായിരുന്നു ഓർഡർ ചെയ്തത്. ഞാൻ ഒരു ലസ്സി ഓർഡർ ചെയ്തു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കാപ്പി ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അവർ കുക്കീസും കൊണ്ടുവരുമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ, ഇന്നാണ് എക്സാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചത് പ്ലെയിൻ റോസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജിൽ പോയിട്ടുള്ള തിരക്കിൻ്റെ ഇടയ്ക്ക് ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ നേരെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് എയർപോർട്ടിലേക്ക് പോവുകയാണ്. അമ്മയും അച്ഛനും ഒരു ഊബറിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ നേരത്തെയാണ് എയർപോർട്ടിൽ എത്തുന്നത്. അവിടെ കൗണ്ടറൊന്നും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് സമയം അവിടെ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് നേരെ മേളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ A to Bയുടെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. ദിവാലി ടൈം ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സ്വീറ്റ്സ് വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് ഓർത്തു, അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാനായിട്ട്. അങ്ങനെ സ്വീറ്റ്സൊക്കെ വാങ്ങിച്ച് നേരെ ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു ഫോണിൽ. അപ്പോൾ അതൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് പെട്ടെന്ന് സമയം പോയി. അങ്ങനെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. അകത്ത് ഫ്ലൈറ്റിൽ കയറി ഇരിക്കുവാണ്. അങ്ങനെ 2 ദിവസം പെട്ടെന്ന് അങ്ങ് പോയി. അച്ഛനും അമ്മയും എന്നെ കാണാനായിട്ട് വന്നതാണ്. സാധാരണ ചെന്നൈയിൽ പോകുമ്പോൾ കുഞ്ഞമ്മയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ഇത്തവണ അവരവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് സമയം സിനിമയൊക്കെ കണ്ടുകൊണ്ട് ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് എത്തി. ദിവാലി പ്രമാണിച്ച് സ്വീറ്റും ഉണ്ടായിരുന്നു. ഇതേ ഞാൻ ലാൻഡ് ചെയ്തു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.